അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പൊ കുറേ മലയാളികൾ ജോലി വാങ്ങി തരാന്ന് പറഞ്ഞ് പറ്റിക്കുന്ന കുറേ ഉളുപ്പില്ലാത്ത മലയാളികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള രാഹുൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സുഹൃത്ത് വിഷ്ണുവിൻ്റെ 1,30,000 രൂപയാണ് പറ്റിച്ചത്. യൂറോപ്പിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ യൂറോപ്പാണ് ട്രെൻഡ്. യൂറോപ്പിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വീഡിയോ ചെയ്തും അങ്ങനെ ഇങ്ങനെ ഇവർക്കൊക്കെ ഓഫീസും എല്ലാ കാര്യവും ഉണ്ട്. വളരെ ലീഗലായിട്ട് തോന്നാവുന്ന രീതിയിലാണ് ഇവർ ജോബ് വാങ്ങി തരാൻ വേണ്ടി പറ്റിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ അതിൽ പോയി പെടരുത്. 100% നിങ്ങൾക്ക് ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് അവർ വാഗ്ദാനം തന്നിട്ട് അവർ പേപ്പറിലും മറ്റു കാര്യങ്ങളും ബില്ലും എല്ലാം തരും. 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അടുത്ത ആഴ്ച റെഡിയാക്കി തരാം, 1 മാസം കഴിഞ്ഞ് റെഡിയാക്കി തരാം, ഒരു 6 മാസം കഴിഞ്ഞ് റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി നിങ്ങളങ്ങ് തളർത്തി അവസാനം നിങ്ങൾ ഈ പൈസ കിട്ടിയില്ലെങ്കിൽ വേണ്ട പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കി വിടും. പിന്നെ അവരെ വിളിക്കുന്നതൊക്കെ നിർത്തും. അപ്പോൾ ഇതിൻ്റെ പുറകിലൊന്നും ആരും പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനോ മറ്റു കാര്യമൊന്നും എന്താ പറയുക ചെയ്യില്ല. ഇത് സ്പെഷ്യലായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഇവർ ആരെയാണ് ടാർഗറ്റ് ചെയ്ത് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യ അല്ലെങ്കിൽ ഖത്തർ, ഒമാൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ഇവരിപ്പോൾ UAE നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇവർ UAE ആൾക്കാരെയല്ല പിടിക്കുക. അതായത് ഒരു ടീം UAE ഉണ്ടാവും. അപ്പോൾ UAE ആൾക്കാരെയല്ല പിടിക്കുക. അവർ സൗദി അറേബ്യ, ഖത്തറിലോ മറ്റ് രാജ്യത്തിലുള്ള ആൾക്കാരെ പിടിക്കും. ഖത്തറിലുള്ള ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യും? UAE ആൾക്കാരെ പോലുള്ളത്. അപ്പോൾ ഈ മാറി സ്ഥലങ്ങളിൽ പോയിട്ട് പിടിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് കേസും മറ്റു കാര്യത്തിൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഓഫീസിൽ പോയി സംസാരിക്കാനൊന്നും പറ്റില്ല. വളരെ പക്ക പ്ലാനായിട്ടാണ് ഈ ജോബിൻ്റെ വിഷയത്തിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വലിയ ഓഫീസുകളൊക്കെ തുറങ്ങുന്നത്. നിങ്ങൾ ഓഫീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെട്ടിപ്പോവും. അമ്മാതിരി ഓഫീസായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിച്ചു. ഇതിൻ്റെ പുറകെ നമുക്ക് കേസ് കൊടുക്കാനൊന്നും പോലീസൊന്നും കേസ് എടുക്കൂല. ഇത് നമുക്ക് കേസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കമ്പനി ജോബ് വാങ്ങി തരാൻ വേണ്ടി പറ്റിക്കുന്ന വേണ്ടിയിട്ട് എക്കണോമി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ നമുക്ക് UAE കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് എടുക്കൂല. എക്കണോമി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിക്കോ പറയും. അവിടെ കംപ്ലയിൻറ്റ് എടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലൈസൻസിലല്ല ഇവർ വാങ്ങുന്നത്. വേറൊരു കാര്യം മറ്റേ ലൈസൻസ് വാങ്ങുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ പറ്റിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എന്നെ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് പോകുക, അവിടെ കൊണ്ടുപോവുക, ഇവിടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് പല ആളുകളും നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കും, പൈസ പിടുങ്ങാൻ ശ്രമിക്കും. ദയവ് ചെയ്തിട്ട് ആരും തന്നെ ഒരിക്കലും പെട്ടുപോകരുത്. ഇപ്പം എൻ്റെ കയ്യിൽ 2ാമത്തെ കേസാണ് വരുന്നത്. വാട്സപ്പിൽ പാവം എല്ലാം എനിക്ക് വിട്ടു തന്ന്. ഓക്കെ, പാവപ്പെട്ട ഒരുത്തനാണ്, ചെറിയൊരു ഡ്രൈവർ ജോലി ചെയ്യുന്ന ഒരാളാണ്, വലിയ പ്രതീക്ഷയിലാണ് പൈസ കൊടുത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തെന്താ അറിയോ, ഈ പൊട്ടന്മാർ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കാണുന്ന ഇതിലേക്ക് അങ്ങോട്ട് പൈസ വേറെ രാജ്യത്തിൽ നിന്ന് ഇട്ട് കൊടുക്കുക, വാട്സാപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താ ചെയ്യുക? അപ്പം അവരുടെയൊക്കെ ബ്രെയിൻ വാഷ് എത്രമാത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വിവരമില്ലേ? എങ്ങനെ നമ്മൾ വാട്സാപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് തന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ജോബിൻ്റെ വിഷയത്തിന് വേണ്ടി 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ എങ്ങനെ അയച്ചു കൊടുക്കുന്നത്? എനിക്കത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. എത്ര ആൾക്കാർ ഇതേപോലെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ കാശ് കൊടുത്ത് ജോലി പിടിക്കാൻ ശ്രമിക്കുന്നത്? അതിൽ 80% നിങ്ങൾക്ക് അതിൽ പറ്റിക്കൽ മാത്രമേ ഉള്ളൂ. വെറും 20% മാത്രം സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ വരും. ആ 20% വലിയൊരു കമ്മീഷൻ വാങ്ങുകയും ചെയ്യും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പെട്ടിട്ടുണ്ട്. ചില ആൾക്കാർ, വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ അതിലൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസിന് മറ്റു കാര്യത്തിലൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ നമ്പർ കൊടുക്കരുത്. അവർ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സുഹൃത്താണല്ലോ കൊടുത്തത്. അപ്പം നിങ്ങളുടെ പേരുള്ള വിശ്വാസം കൊണ്ട് എന്ത് ചെയ്യും? അവർ പറയുന്നത് എന്താണോ അത് ഫോളോ അപ്പ് ചെയ്യും. പൈസയാണെങ്കിൽ പൈസ കൊടുക്കും, എല്ലാം. അപ്പം നിങ്ങൾ നമ്പർ ഒരാൾ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊതു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, ഇതിനെക്കുറിച്ച് നീ അന്വേഷിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നീ അതിലേക്ക് മുന്നോട്ട് പോയാൽ മതി. മെയിനായിട്ട് കാശ് കൊടുക്കരുത്. മനസ്സിലായി? കാശ് കൊടുത്തിട്ട് എന്തിനാണ് ജോബ് വാങ്ങാൻ നിൽക്കണമെന്നുള്ളത് എനിക്ക് ആലോചിച്ചിട്ട് എന്തായാലും മനസ്സിലാക്കാത്ത. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, വളരെ കെയർഫുള്ളായി ഇരിക്കുക. ഒരുപാട് മലയാളികൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ജോബിൻ്റെ വിഷയം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടുപോകരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ.